അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നമുക്ക് തന്ന നല്ല ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും റാണി എന്ന പേരുള്ള സിസ്റ്ററാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ കർത്താവ് അനവധിയായ സൗഖ്യങ്ങളെ തന്ന് തന്നെ രക്ഷിച്ചു വിടിവിച്ചു എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 2011 തൻ്റെ കിഡ്നിക്ക് പ്രയാസമുണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് പോലും ഒരു മാറ്റവും ഉണ്ടാകാതെ വേദനയിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു, രാത്രി ഉറങ്ങാൻ കഴിയത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ടിൽ താൻ പോയിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 2013 തൻ്റെ ബ്രസ്റ്റിലൊരു മുഴ വന്നു, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ പ്രയാസത്തോടെയാണ് താനായിരുന്നത്, വളരെ വേദനയുള്ള ഒരു അനുഭവത്തിലാണ് ആയിരുന്നത്. എന്നാൽ മീറ്റിങ്ങിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനെ തുടർന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തെ കൊടുത്തു, ആരോഗ്യത്തെ കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. എന്നാൽ അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അങ്ങേ അറ്റമെത്തി എൻഡിലാണ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർ അനുഭവിച്ച ആ ദൈവപ്രവൃത്തിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ഈ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ സാഹചര്യത്തിൽ കർത്താവിനെ അനുവദിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാട്ടെ, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കാനായി കഴിയും. ഓരോ സാക്ഷ്യവും അത് കേൾക്കുമ്പോൾ അതിനോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ചലിക്കും, ദൈവത്തിൻ്റെ ശക്തി കൂടെ ചലിക്കും. ആരത് വിശ്വസിക്കുന്നോ, ആരതിനെ ഏറ്റെടുക്കുന്നോ, അവർ അതിനെ അനുഭവിക്കും. സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാം. എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, വേദന, ഞാൻ എണീറ്റിരുന്ന് നേരം കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ദിവസങ്ങൾ. 2011 ആ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ടുള്ള കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. യൂറിൻ വയറിനകത്ത് നിറയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് 2013 ആയപ്പോഴത്തേക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ബ്രദർ ഇങ്ങനെ വെറുതെ തല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയി. കുറേ നേരം പ്രാർത്ഥിക്കില്ല എന്ന് ചിന്തിച്ചു. അന്ന് മുതൽ 10 വർഷം വരെയും ആ ഒരു ബുദ്ധിമുട്ടില്ല. മനസ്സിൽ പ്രാർത്ഥിച്ചു, ബ്രദറിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയും. ഇടതുവശത്തുള്ള കൈ അടിച്ചുകൊണ്ടിരിക്കുന്ന പച്ച ചുരിദാറിട്ടിരിക്കുന്ന സിസ്റ്റർ, നിങ്ങളുടെ യൂട്രസ് യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരുവോ, നിങ്ങൾക്കൊരു അത്ഭുത വിടുതലുണ്ടാവുക. ആ സമയത്ത് എൻ്റെ അടിവയറിൽ കൂടെ എന്തോ വലിച്ചു മുറിക്കും പോലത്തെ ഒരു വേദന അനുഭവപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം ഇല്ലായിരുന്നു. എവിടെ പോകണോ ആ സ്ഥാനത്ത് എല്ലാവരുടെ ഞാൻ എൻ്റെ ഈ സാക്ഷി എല്ലാവരുടെ ഞാൻ പറയും, ഇങ്ങനെ ഒരു ആരാധനയുണ്ട്, അവിടെ പോയിട്ടാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിയെന്ന്. ഒരു ഹോസ്പിറ്റലിൽ പോലെ, ഒരു ജോലിക്ക് പോലെ, എവിടെ പോയാലും ഞാനിത് പറയും. പ്രിയ റാണി സിസ്റ്ററാണ്. നെയ്യാറ്റിൻകരയിൽ പെരിങ്കടവിള എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ചെയ്തൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് പറയാൻ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൻ്റെ കിഡ്നിയിലുണ്ടായ സൗഖ്യം, അതുപോലെ ബ്രസ്റ്റിലുണ്ടായ സൗഖ്യം നമ്മോട് പറയാനായി കടന്നു വന്നിരിക്കുന്നു റാണി സിസ്റ്റർ. റാണി സിസ്റ്റർ പറഞ്ഞാട്ടെ, 10 വർഷം മുമ്പുണ്ടായ സൗഖ്യമാണ് അല്ലേ? 10 വർഷത്തിന് മുമ്പാണ്. 2011
ആ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ടുള്ള കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. 2011 സമയത്തൊക്കെ കിഡ്നിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രയാസം? രണ്ട് സൈഡിലും ഭയങ്കര വേദനയാണ്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് പകല് ഞാൻ എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് കിടക്കും, പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വേദന കൊണ്ട് എണീറ്റിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിക്കുന്നു. വേദന കാരണം എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. ആ വിധത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു. കട്ടിലിന്റെ മൂട്ടിലിരുന്ന് കമന്നിരുന്ന് കരയുമായിരുന്നു. കമഴ്ന്ന് കിടക്കാൻ പറ്റില്ല, കരിഞ്ഞു കിടക്കാൻ പറ്റില്ല, നൂന്ന് കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ലായിരുന്നോ? ഹോസ്പിറ്റൽ അവസാനം കിടക്കയായ അവസ്ഥയായി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി. അങ്ങനെ ആദ്യത്തെ ആ ഒരു വലിയ അവസ്ഥയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നു. പക്ഷേ എങ്കിലും പിന്നെയും 3-4 വർഷത്തോളം ഈ ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് നടന്നു. രാത്രിയാകുമ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയാണ്. യൂറിൻ വയറിനകത്ത് നിറയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, വേദന. ഞാൻ എണീറ്റിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ദിവസങ്ങൾ. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം തോന്നും. രാത്രി ഉറക്കമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഓക്കെ, മെഡിസിൻസ് ഒന്നും കഴിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? കഴിച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവില്ല. പിന്നെ രാത്രി ഇത് ഇങ്ങനെ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വേദനയ്ക്കുള്ള വേദന. അങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് 2013 ആയപ്പോഴത്തേക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന്. അത് ഡോക്ടറെ ശരിക്കും കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലവണ്ണം അത് കാരണം എന്തോ പെയിനും വേദനയൊക്കെ ഉണ്ടായിരുന്നോ? വേദനയായിട്ടില്ല, എനിക്കത് പുറത്ത് നന്നായിട്ട് അറിയാമായിരുന്നു. ആ വിധത്തിൽ മഴ ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ നമ്മുടെ ചർച്ചിലോട്ട് കടന്നു വന്നത്? ഞാൻ ഫ്ലവേഴ്സ് ചാനലില് മീറ്റിംഗ് കാണുമായിരുന്നു. ഫ്ലവേഴ്സിൽ നമ്മുടെ മീറ്റിംഗ് കാണുമായിരുന്നു. കണ്ട് ഭയങ്കര വിശ്വാസമായി എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബ്രസ്റ്റിലെ മുഴയ്ക്ക് അവസാനം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ ആശുപത്രിയിലൊന്നും പിന്നെ പോയില്ല. ഇത് വെച്ചുകൊണ്ട് അങ്ങ് നടന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇവിടെ ഒരു മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. ട്രിവാൻഡ്രത്ത് മീറ്റിങ്ങിന് വന്നു. തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് വന്നു. എവിടെയാ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്? സെന്റ് ജോസഫിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലേ? ഓക്കെ. അപ്പം മീറ്റിങ്ങിന് ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ എത്തി. എന്നിട്ട് ബ്രദർ വന്നപ്പോൾ താമസിച്ചു. രാത്രി 12 മണിയോളമായി ഞാൻ വീട്ടിൽ. അപ്പൊ ടോക്കണാണ് എടുക്കണേ. ടോക്കൺ എടുത്ത് പ്രാർത്ഥിക്കാനായി നിന്നപ്പോ ബ്രദർ ഇങ്ങനെ വെറുതെ തല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയി. വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഞാനും വിചാരിച്ചു പതുക്കെ ഇങ്ങനെ തലയെ വെച്ചിട്ട് ഒരു കുറെ നേരം പ്രാർത്ഥിക്കില്ല എന്ന് ചിന്തിച്ചു. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. പക്ഷേ ഞാൻ പോയത് ഈ 2 അസുഖം എനിക്കുണ്ട്. പക്ഷേ കിഡ്നിയുടെ പ്രശ്നം, ബ്രസ്റ്റ് മുഴ. പക്ഷേ എനിക്ക് അന്ന് മാറിയത് കിഡ്നിയുടെ പ്രശ്നമാണ് മാറിയത്. അന്ന് മുതൽ 10 വർഷം വരെയും ആ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ പിറ്റേ മാസം ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് തന്നെ ഒരിക്കൽ കൂടി വന്നു മീറ്റിങ്ങിന്. അന്ന് ബ്രദർ പറഞ്ഞ് മുഴയുള്ളവര് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ബ്രദർ ഹാളിന്റെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ആ സമയത്ത് ഞാനും മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ഹാളിന്റെ നടുക്കൂടെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് തന്നെ എല്ലാവർക്കും സുഖമായി. ഒരു 10-50 പേരോളം സ്റ്റേജിൽ കയറി സാക്ഷി പറഞ്ഞു. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു 3 ദിവസത്തിനകത്ത് വെച്ച് ഞാൻ നോക്കിയപ്പം ഈ മുഴ അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതെയായിരുന്നു. ഇല്ലായിരുന്നു. അപ്പോഴെനിക്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ 3 ദിവസത്തിനകത്ത് വെച്ചാണ് ഈ മുഴ പൂർണ്ണമായിട്ട് മാറിയതായിട്ട് കണ്ട്. അതുമുതൽ ഇതുവരെയും 10 വർഷമായി ഒരു കുഴപ്പമില്ല. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. സിസ്റ്റർ പറയുന്നത് തനിക്ക് കിഡ്നിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. 2011 മുതൽ 2 വർഷവും വേദനയായിരുന്നു. കിടക്കാൻ സാധിക്കത്തില്ല. രാത്രി എഴുന്നേറ്റിരുന്ന് കരയുകയാണ്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ മുട്ടുമടക്കി നിന്ന് കരയുകയും ആ വിധത്തിൽ പ്രയാസത്തോടായിരുന്നു. രാവിലെ വരെ സിസ്റ്റർ ആ വിധത്തിൽ വളരെ വേദനയോടെ ആയിരിക്കും. ആശുപത്രിയിൽ പോയി മരുന്നുകൾ കഴിച്ചു. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ സെൻറ്റ് ജോസഫിൽ നടക്കുന്ന ആരാധനയിൽ ഏകദേശം 2015 ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റർ വരികയും ബ്രദർ പ്രാർത്ഥിക്കുകയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒത്തിരി നേരം തലയിൽ കൈവയ്ക്കണമെന്ന് ആഗ്രഹിച്ചാണ് പോയത്. പക്ഷെ ബ്രദർ ജസ്റ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്നേ ദിവസം തൊട്ട് തന്നെ കിഡ്നിയുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോയി. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് താൻ വന്നെന്നാണ് താൻ സാക്ഷ്യം പറയുന്നത്. എന്നാൽ അപ്പോഴും മറ്റൊരു പ്രയാസം തനിക്ക് ഉണ്ടായിരുന്നത് ബ്രസ്റ്റിൽ മുഴയായിരുന്നു. അത് കാണത്തക്ക വിധത്തിൽ അല്ലേ, അത്യാവശ്യം വലുപ്പം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു അല്ലേ? പുറത്ത് നമ്മളിങ്ങനെ
തൊട്ടപ്പോൾ നന്നായിട്ട് അറിയാമായിരുന്നു. പുറത്തറിയാൻ പറ്റുന്ന വിധത്തിൽ മുഴയുണ്ടായിരുന്നു. എന്നാൽ അടുത്ത മാസത്തെ മീറ്റിങ്ങിൽ വീണ്ടും കടന്നു വന്നു. അന്ന് ഹാളിൽ ഇറങ്ങി ബ്രദർ പ്രാർത്ഥിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിൻ്റെ നടുവിൽ അനേകം മുഴകളുള്ളവർ സൗഖ്യമായി. സിസ്റ്ററിന് അപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ മുഴ അവിടെ കാണാനില്ല. അത്ഭുതകരമായൊരു വിടുതലാണ് റാണി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പല ആവർത്തി ഇവിടെ ആരാധനയ്ക്ക് വന്ന്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് സാക്ഷി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നിട്ട് പക്ഷെ ഞാൻ എവിടെ പോകണോ ആ സ്ഥാനത്ത് എല്ലാവരുടെ ഞാൻ എൻ്റെ ഈ സാക്ഷി എല്ലാവരുടെ ഞാൻ പറയും, ഇങ്ങനെ ഒരു ആരാധനയുണ്ട്, അവിടെ പോയിട്ടാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിയെന്ന്. ഒരു ഹോസ്പിറ്റലിൽ പോലെ ഒരു ജോലിക്ക് പോലെ എവിടെ പോയാലും ഞാനിത് പറയും. പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ ഞാൻ മീറ്റിങ്ങിന് വന്നു. 15-ാം തീയതി ഇവിടെ മീറ്റിംഗ് വന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴ് ആ സമയത്ത് വർഷത്ത് എനിക്ക് വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാണാനൊന്നും ഞാൻ പോയില്ല. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ അടിവയറിന് നല്ല ബുദ്ധിമുട്ട്, വീക്കം, 2 സൈഡ് കാല് വേദന, അങ്ങനെ നല്ലതായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ വരെ എനിക്ക് കുനിഞ്ഞ് തൂക്കാൻ കഴിയില്ല, കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ തൂക്കാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയാണ്, നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. ചേട്ടനും അല്ലാതെ 1-2 പേര് മാത്രമേ അറിഞ്ഞാളൂ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ബ്രദറിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയും എന്ന് മാത്രം പറഞ്ഞു. അപ്പം അവസാനം എല്ലാ ആരാധനയും കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പം ബ്രദർ പറഞ്ഞ്, അവിടെ ടിജോ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ സൈഡിൽ അതാ ഒരു പച്ച ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞ്. അപ്പം ഞാൻ കണ്ണു തുറന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ബ്രദർ പറഞ്ഞ്, നിന്നെ തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിന്റെ യൂട്രസിനെ മുഴുവനും ദൈവം പിടിവിക്കാൻ പോവേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടിവയറിൽ കൂടെ എന്തോ വലിച്ചു മുറിക്കും പോലത്തെ ഒരു വേദന, ആ സമയത്ത് മുറിക്കും പോലെ ഒരു വേദന അനുഭവപ്പെട്ടു വയറ്റിന്റെ ഭാഗത്ത്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം ഇല്ലായിരുന്നു. പൂർണ്ണമായും ദൈവം എന്നെ വിടുവിച്ചു. ഇടതുവശത്തുള്ള ആ കൈ അടിച്ചോണ്ടിരിക്കുന്ന പച്ച ചുരിദാറിട്ടിരിക്കുന്ന സിസ്റ്റർ, നിങ്ങളുടെ യൂട്രസിനകം യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരുവോ? നിങ്ങൾക്കൊരു അത്ഭുത വിടുതലുണ്ടാവുക. ഇത് കഴിഞ്ഞ 2024 ഒക്ടോബർ കാട്ടാക്കട ദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നടന്ന മീറ്റിംഗിലുണ്ടായ അത്ഭുതമാണ്. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു അല്ലേ? സിസ്റ്റർ ഇങ്ങനെ ചിന്തിച്ചു, ബ്രദർ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന്. എന്നാൽ അത്ഭുതകരമായി ദൈവം പ്രവചനാത്മാവിൽ ബ്രദർ വിളിച്ചു. ഇപ്പോൾ ആ സാക്ഷ്യത്തോടായിരിക്കുന്നു. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രധാനമായും സിസ്റ്റർ നമ്മളോട് സാക്ഷ്യം പറയാൻ ആയിരുന്നത് 2015-ാം ആണ്ടിൽ സെൻറ്റ് ജോസഫിൽ വെച്ച് നടന്ന മേജറായ 2 മിറക്കിളുകളാണ്. കിഡ്നിയുടെ പ്രയാസം പൂർണ്ണമായി സൗഖ്യമായി, മുഴ അപ്രത്യക്ഷമായി പോയി, എല്ലാവിധ പ്രയാസങ്ങളും മാറിയെന്നാണ് സിസ്റ്റർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ ഹാളിൽ വെച്ച് ബ്രദർ ആലോചന പറഞ്ഞു, യൂട്രസിനകത്തുള്ള വേദനകൾ, നീര്, എല്ലാ പ്രയാസങ്ങളും, വലിഞ്ഞു മുറുകുന്ന വേദനകളെല്ലാം പൂർണ്ണമായി സൗഖ്യമായി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് അസാധാരണമായ കാര്യമാണ്. ഇന്നത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വിധത്തിൽ യേശു ചെയ്യാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അഭിഷിക്തൻ ഓരോരുത്തരോടും ആലോചനകൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും ഇടപെടാൻ പോകുകയാണ്. അസാധാരണമായ സൗഖ്യങ്ങൾ ഇന്ന് സംഭവിക്കും. രോഗശാന്തി വെളിപ്പെടും, വിടുതലുകൾ സംഭവിക്കും. റാണി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ആ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന സകലർക്കു വേണ്ടിയും അവൻ പ്രവർത്തിക്കാൻ മതിയായവനാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് പാറശാലയിൽ നിന്നും ബിനു എന്ന പേരുള്ള ബ്രദറാണ്. ബ്രദർ ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത് തൻ്റെ ചേച്ചിക്കുണ്ടായ അനുഭവമാണ്. തൻ്റെ സഹോദരി കണ്ണൂരിലായിരിക്കുമ്പോൾ തനിക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 5% മാത്രമേ ജീവനുള്ളൂ എന്നാണ് പറഞ്ഞത്. 6 ഹോസ്പിറ്റലിൽ നിന്ന് അവരെ തിരിച്ചുവിട്ടു. ആരും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്നാൽ വളരെ വേദനയിലായിരിക്കുന്ന സമയത്ത് ഈ ബ്രദർ പറയുന്നത് ചർച്ചിലെ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷം തൻ്റെ ചേച്ചിനെ കർണാടകയിലേക്ക് കൊണ്ടുപോകുവാനും അവിടെ വെച്ച് താൻ റിക്കവർ ആകുവാനും ഇടയായി. ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതകരമാണ്. ഈ കുടുംബത്തെ രക്ഷിച്ചത്, അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോടും സംസാരിക്കട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. പെട്ടെന്നായിട്ട് അവക്കൊരു
അറ്റാക്ക് വന്നായിരുന്നു. ഇവിടെ എത്രയും പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി 6 ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിട്ടായിരുന്നു. എത്ര ഹോസ്പിറ്റൽ? 6 ഹോസ്പിറ്റൽ. ശരീരത്തിൽ ജീവനില്ലാതെ കാരണം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ അളിജൻ എന്നോട് പറഞ്ഞത്, ബിനു കൈവിട്ടു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിലവിളിക്കുകയാണ്, ചേച്ചിയുടെ കാര്യം തീർന്നു നിലയുണ്ട്. ഈ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ കരം നിങ്ങളുടെ സഹോദരികൾ ചലിക്കുന്നത് ഞാൻ കാണുന്നു. കർണാടക മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ഈ ബ്രദർ പ്രാർത്ഥിന്റെ ശേഷം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ബ്രദർ പറഞ്ഞ് 2 ദിവസം ആകുമ്പോൾ ഇവളെ നോർമലായി വീട്ടിൽ വിടുന്നു. അതുപോലെ തന്നെ നോർമലായി വീട്ടിൽ വന്നു. 6 ഹോസ്പിറ്റലുകാർ റിജക്ട് ചെയ്ത ആളെ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തു. ബിനുബദർ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ലീഡറാണ്. ബിനുബദറിന്റെ സിസ്റ്ററിനുണ്ടായ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്ന വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബിനുബദർ തന്നെ പറഞ്ഞാട്ടെ ആ സാക്ഷ്യത്തെ കുറിച്ച്. ബിനുബദർ തന്നെ പറഞ്ഞാട്ടെ. വേറെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എൻ്റെ ചേച്ചിയുടെ പേര് ഷീബ. അവൾ താമസിക്കുന്നത് കണ്ണൂർ. അവൾക്ക് 51 വയസ്സാവുകയാണ്. അവൾക്ക് സംഭവിച്ചത് പെട്ടെന്നായിട്ട് അവൾക്കൊരു അറ്റാക്ക് വന്നായിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ആ സമയത്തിൽ അടുത്തുള്ള ആരോ കണ്ട് ഇവളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. എന്നാൽ ഇവളുടെ ശരീരത്തിൽ ജീവൻ 5% ഉള്ളൂ എന്നല്ലുണ്ട് ഡോക്ടർമാർ പറഞ്ഞ്. 6 എന്ത് പറഞ്ഞ് ജീവൻ 5% ഉള്ളത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. 5% ഉള്ളെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആംബുലൻസ് കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് അപ്പോ 6 ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിട്ടായിരുന്നു. എത്ര ഹോസ്പിറ്റൽ? 6 ഹോസ്പിറ്റലിൽ തിരിച്ചു വിട്ടു. അത് കാരണം എന്താ പറയാ? ശരീരത്തിൽ ജീവനില്ലാതെ കാരണം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ശരീരത്തിൽ ജീവൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരീരം എല്ലാം മരവിച്ചു. അതായത് മരണത്തിന്റെ വക്കിലെത്തിയത് കൊണ്ട് ഹോസ്പിറ്റലുകാർ എടുത്തില്ല. 6 ഹോസ്പിറ്റലുകാർ എടുത്തില്ല. ഒരു ഹോസ്പിറ്റലും എടുത്തില്ല. എന്റെ അളിജൻ എന്നോട് പറഞ്ഞത്, ബിനു കൈവിട്ടു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ചേച്ചിയുടെ മോളെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് അവക്കും ഒന്നും സംസാരിക്കാൻ വയ്യില്ല, നാക്ക് പൊങ്ങുന്നില്ല, ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ വീണ്ടും ചേച്ചിയുടെ മരുമോനെ വിളിച്ചായിരുന്നു. പുള്ളിക്കും സംസാരിക്കാം, മമ്മിക്ക് വളരെ സീരിയസ് ആയി പോയിന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ വയ്യ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിൽ ഒരാളുണ്ട്. അപ്പോൾ അവൾ വിളിച്ച് അവളിങ്ങനെ നിലവിളിക്കുകയാണ്, ചേച്ചിയുടെ കാര്യം തീർന്നു നിലയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തീർന്നു പോയിന്ന്. ആര് പറഞ്ഞത്? എൻ്റെ അനുജത്തി, ഇനിയൊരു സഹോദരി. ഓക്കെ. അപ്പോ ഞാൻ ഉടൻ തന്നെ ഞങ്ങളുടെ പാറശാല ചർച്ചിലുള്ള നമ്മുടെ ചർച്ച് പാസ്റ്റർ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഉടൻ തന്നെ ഈ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ കരം നിങ്ങളുടെ സഹോദരികൾ ചലിക്കുന്നത് ഞാൻ കാണുന്നു. ശേഷം അവിടെ അവർക്ക് പുതുജീവൻ സ്വർഗീയ ദൈവം ഇതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇവர்கள் താമസിക്കുന്നത് കണ്ണൂരാണ്. ഇവர்கள் പിന്നെ പോയത് കർണാടക മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ഈ ബ്രദർ പ്രാർത്ഥിന്റെ ശേഷം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് ആദ്യം കയ്യിലിരുന്ന ക്യാഷ് എല്ലാം പോയായിരുന്നു. പിന്നെ ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ ഇവர்கள் ഇൻഷുറൻസിനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ആ ക്ഷണത്തിൽ ഞാൻ വീണ്ടും തന്നെ കർത്താവിൻ്റെ ദാസനോടെ വിളിച്ച് ഈ പ്രാർത്ഥനയായിട്ട് ആവശ്യപ്പെട്ടു. ഉടൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഞാൻ ഈ വിഷയം പറഞ്ഞു, ഇൻഷുറൻസ് കിട്ടില്ല ബ്രദറെ, ഇങ്ങനെയാണ് അളിയൻ പറഞ്ഞത്. ഉടൻ തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ബ്രദറെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം ഇതിന് അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്തിരിക്കുന്നു. ആദ്യം ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചതിന്റെ ഉടൻ തന്നെ കർത്താവ് വഴിവാതിൽ തുറന്നു കൊടുത്ത് ഉടൻ തന്നെ ഇൻഷുറൻസിന് അവിടെ റെഡിയാക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇവളെ ആദ്യം കൊണ്ടുപോയത് വെന്റിലേറ്ററിലാണ് കയറ്റിയത്. ഞാൻ ദാസനോട് വീണ്ടും ഞാൻ ഓരോ കാര്യം, ഞാൻ ഇവിടെ നിന്ന് കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തൊരു അറിയുന്നു. ഉടൻ തന്നെ ഈ കർത്താവിൻ്റെ ദാസനോട് സംസാരിക്കുമ്പോൾ ദാസൻ എന്നോട് പറയും, ഉടൻ തന്നെ ഇപ്പം തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും ബ്രദറെ എന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ ICUയിൽ കയറ്റി. ICUന്ന്
ICU തന്നെ ബ്രദർ പറഞ്ഞ് 2 ദിവസം ആകുമ്പോൾ ഇവളെ നോർമലായി വീട്ടിൽ വിടുന്നു. അതുപോലെ തന്നെ നോർമലായി വീട്ടിൽ വന്നു. ആമേൻ, ഹല്ലേലൂയ. അതായത് മരിക്കുമെന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ ആന്റി വീട്ടിലായിരിക്കുകയാണ്. എന്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയാം. നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, 5% ജീവനുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 6 ഹോസ്പിറ്റലുകാർ റിജക്ട് ചെയ്ത ആളെ കഴിഞ്ഞ വേറെ ഡിസ്ചാർജ് ചെയ്ത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തു. തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തു. എന്റെ ദൈവത്തിന്റെ അത്ഭുതം ചലിച്ചു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആ സഹോദരി തിരിച്ചു വന്നു. ആമേൻ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയാം. സഹോദരങ്ങളെ, ഇതിനെ അത്ഭുതം എന്ന് പറയുന്നത്. ലോകം റിജക്ട് ചെയ്യാം, ലോകം പറയും ഇനി നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ജീവൻ തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയുന്നത്. സംഗീതക്കാരൻ വചനം എഴുതുമ്പോൾ സംഗീതം 116 അധികാരം അതിനുടെ 1 മുതൽ താഴോട്ടുള്ള വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, കർത്തർ എൻ ശബ്ദത്തെയും എൻ വിണ്ണപ്പത്തെയും കേട്ടതിനാൽ ഞാൻ അവരിൽ அன்பு கூறுகிறேன். அவர் தமது செவியை எனக்கு சாய்த்தபடியால் நான் உயிரோடு இருக்கும் நாளளவும் அவரை தொழுது கொள்வேன். மரண கட்டுகள் என்னை சுட்டி கொண்டது, பாதாள இடுக்கண்கள் என்னை பிடித்தது, இக்கட்டையும் சஞ்சலத்தையும் அடைந்தேன். கர்த்தாவே என் ஆத்மாவை விடுவி என்று கெஞ்சினேன். கர்த்தர் விடுவித்தார். கர்த்தர் கிருபையும் நீதியும் உள்ளவர். നമ്മുടെ ദേവൻ இரக்கமுள்ள ദേവൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ പ്രതീക്ഷയില്ലാതിരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ജീവൻ നൽകിയ എന്റെ കർത്താവ് നിങ്ങളുടെ വീടുകളെയും വിടുവിക്കാൻ ശക്തനാണ്. മരണത്തിൽ നിന്ന് വിനുവിന്റെ സഹോദരിക്ക് വിടുവിച്ച അതേ കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാണ്. വീണ്ടും ഒരു സാക്ഷിയോടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഓക്കെ, പറഞ്ഞോട്ടെ. 1 മാസത്തിന് മുമ്പ് ഇതേ ചേച്ചിയുടെ മോളുടെ കുഞ്ഞ് 5 വയസ്സായ ഒരു കുഞ്ഞാണ്. കുഞ്ഞിന് പെട്ടെന്ന് ഛർദിയും ലൂസ് മോഷനുമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ ICUയിൽ ആക്കിയിരിക്കുകയാണ്. 5 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് കിട്ടിയത് 5 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ കുഞ്ഞിനെ ICUയിൽ ആക്കിയത്. എന്നാൽ ഇവള് ചേച്ചിയുടെ മോൾ ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ അവസാന സ്റ്റേജിലായപ്പോൾ ചേച്ചിയുടെ മോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് കുഞ്ഞിനെ ICUയിൽ വെച്ചിരിക്കുകയാണ്, 3 ദിവസമായി അതിന് ഓർമ്മ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഓർമ്മ ഒന്നും വരുന്നില്ല, ഓർമ്മയില്ല. ലൂസ് മോഷൻ അത് മുറ്റിപ്പോയി. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. കുഞ്ഞ് കണ്ണൊന്നും തുറക്കുന്നില്ല, ICUയിലാണെന്ന് പറഞ്ഞു. കണ്ണൊന്നും തുറക്കുന്നില്ല, ICUയിലാണെന്ന്. ഓക്കെ. അതേ സമയത്തിൽ ഞാൻ ഉടൻ തന്നെ നമ്മുടെ ചർച്ച് പാസ്റ്റർ ഫോൺ ചെയ്ത്, അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തത് സിസ്റ്ററായിരുന്നു. അവർ സംസാരിച്ചത് ചേട്ടൻ മീറ്റിങ്ങിലാണ്, എന്തോ ബ്രദറെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണ് ചേച്ചിയുടെ മോളെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥയാണ് സിസ്റ്ററെന്ന്. ഉടൻ തന്നെ കർത്താവിൻ്റെ ദാസി ഉടൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ബ്രദർ അവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു, കുഞ്ഞിന് ഇപ്പം തന്നെ ദൈവം. ഉടൻ തന്നെ ഒരു 5 നിമിഷം ആയില്ല, ഉടൻ തന്നെ ചേച്ചിയുടെ മരുമൻ വിളിച്ചായിരുന്നു, കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കാൻ ICUന്ന് വന്ന് പറഞ്ഞു. കുടിക്കാൻ, അതായത് 3 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല, ബോധമില്ലാതിരുന്ന കുഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കുവാനായിട്ട് പറഞ്ഞു. എന്റെ കർത്താവ് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ. എന്റെ ദൈവം എത്ര നല്ലവനാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക. ഈ രാത്രി നിങ്ങൾ എന്ത് പ്രാർത്ഥനയോടെയാണോ വന്നത്, ഈ ബ്രദറിൻ്റെ സഹോദരിയെ വിടുവിച്ച കർത്താവ്, സഹോദരിയുടെ ചെറുകുഞ്ഞിനെ വിടുവിച്ച കർത്താവ് നിന്നെയും വിടുവിപ്പാൻ ശക്തനാണ്. കരങ്ങളെ അടിച്ച കർത്താവ് നന്ദി പറഞ്ഞിട്ട് താങ്ക് യു ബ്രദറെ. ഹല്ലേലൂയ. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അതിൽ നിന്ന് ഒരു വ്യക്തി തിരിച്ചു കയറുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന ദൈവിക അനുഭവം എത്ര വലുതാണ്. നമ്മുടെ ലൈഫിലും കർത്താവ് ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ കർത്താവിൽ സന്തോഷിക്കാറുണ്ട്. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ട ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആ സാക്ഷ്യം പറയുമ്പോൾ അവർ പോയ അനുഭവങ്ങളുടെ വലിപ്പം എത്ര വലിയതാണ്, വിലയുള്ളതാണ്. അവർ അനുഭവിച്ച ദൈവിക സൗഖ്യം എത്ര വിലയുള്ളതാണ്. ആ കർത്താവിൻ്റെ അടുക്കലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും എനിക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒന്ന്, അല്ല എനിക്ക്
ബലത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്ന്. അതാണ് കർത്താവിൻ്റെ കരമെന്ന് പറയുന്നത്. നിങ്ങളായിരിക്കുന്ന പ്രയാസം ഏത് തന്നെയാണെങ്കിലും, രോഗം ഏതു തന്നെയാണെങ്കിലും, ലോകം പറയും ഒരു പക്ഷേ ഇതിന് മെഡിസിൻ ഇല്ല, അല്ല ലോകം പറയും ഇതിൽ നിന്ന് ആരും നിന്നെ രക്ഷിക്കത്തില്ല. പക്ഷേ രക്ഷിക്കാൻ കഴിയുന്നൊരു കരമുണ്ട്. അവനിൽ ആശ്രയിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവർ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ആ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ, ആ കൃപയെ അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ഇവർ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. പ്രതീക്ഷയ്ക്ക് വകയില്ല, അല്ല നിരാശകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ആ സ്നേഹത്തെ അനുഭവിക്കട്ടെ അപ്പാ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി യേശുവേ അപ്പാ. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ കർത്താവെ സങ്കടങ്ങൾ പൊട്ടിപ്പോകുന്നത് കാണാം. ഇത് കാണുമ്പോൾ ചിലരിരുന്ന് കരയുന്നത് കാണാം. അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിൽ, അവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ കർത്താവെ നിൻ്റെ ആശ്വാസം അവർ അനുഭവിക്കട്ടെ അപ്പാ, ആശ്വാസം അവർ അനുഭവിക്കട്ടെ അപ്പാ. ചിലതൊക്കെ നഷ്ടമായിപ്പോയി, ചിലതെല്ലാം നഷ്ടമായിപ്പോയി. സീറോ എന്ന നിലവാരത്തിലേക്ക് വന്നു. ഇനിയും അതിലേക്ക് എത്താൻ കഴിയുമോ എന്നറിയത്തില്ല, അത്രത്തോളം തകർന്നു പോയി. അപ്പോൾ നിൻ്റെ കരം അവർക്ക് ബലം കൊടുക്കുന്നത് കാണാം. എനിക്ക് ഇയ്യോബിൻ്റെ പുസ്തകമാണ് ഓർമ്മ വരുന്നത്. ഇയ്യോബിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം ഇയ്യോബിനെ വീണ്ടെടുക്കുന്നത് തനിക്കുണ്ടായിരുന്നതിൽ, അല്ലെങ്കിൽ തനിക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി നന്മകളെ പകർന്നിട്ട്. കർത്താവെ ചിലരുടെ ജീവിതത്തിൽ അതിന്ന് അനുഭവിക്കുക, ചിലരുടെ ലൈഫിൽ അതിന്ന് അനുഭവിക്കുക. കർത്താവെ കൃപയ്ക്ക് നന്ദിയപ്പാ, കൃപയ്ക്ക് നന്ദിയപ്പാ, കൃപയ്ക്ക് നന്ദിയപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ഓരോ ദിവസവും ആയിരിക്കാം, അതിനെ അനുഭവിക്കാം. ഗോഡ് ബ്ലസ് യു.